എൻ്റെ പേര് ഫാദർ മഥായ്. I'm an alcoholic. Hi, Matai. Acha. Hi, Matai. ദൈവകൃപയാലും കൂട്ടായ്മയുടെ സഹായത്താലും നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായത്താലും ഇന്നേ ദിവസം എനിക്ക് കുടിക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. ഞാൻ ഇത് പറയാൻ തുടങ്ങിയിട്ടിപ്പം 33 വർഷം കഴിഞ്ഞു. 34ാമത്തെ വർഷത്തിലേക്ക് ഞാൻ കടന്നു. ഈ 21 സെപ്റ്റംബർ 21-ാം തീയതി എൻ്റെ 34ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. ഇത്രയും വർഷങ്ങൾ ഞാൻ ഈ പ്രോഗ്രാമിൽ കൂടെ സഞ്ചരിക്കുന്നു വിതൗട്ട് എ റിലാപ്സ്. പലരും എന്നോട് ചോദിച്ചു, അച്ഛാ എന്താണ് ഈ കുടിക്കുന്നതിൻ്റെ കാരണങ്ങൾ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കുടിക്കാനുള്ള കാരണങ്ങൾ അതേക്കുറിച്ച് ഞാൻ പലപ്പോഴും എന്നോട് തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ പപ്പ മരിക്കുന്നത് വരെ മദ്യപിച്ച് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഞങ്ങള് 4 ആൺമക്കള് 4 പേരും മദ്യപാനിയായി മാറി, ഇൻക്ലൂഡിങ് മൈസെൽഫ് എ പ്രീസ്റ്റ്. രണ്ടാമത് ഞാൻ എന്നോട് തന്നെ ചോദിക്കുമായിരുന്നു, ഞാനൊരു വൈദികനാണ്, എങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് വന്ന് പെട്ടത്? പലപ്പോഴും എനിക്ക് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായിരുന്നത്. ഞാൻ ഈ പ്രോഗ്രാമിൽ കൂടെ കടന്നു പോയപ്പോൾ പലരുടെയും ഈ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും എന്താണ് കുടിയുടെ യഥാർത്ഥ കാരണങ്ങൾ. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ് ഈ ഭയവും കോപവും. ഞാൻ ഒത്തിരി ഭയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. എനിക്കൊത്തിരി പേടിയുണ്ടായിരുന്നു. ഞങ്ങൾ 8 മക്കളിൽ 5-ാമത്തവനാണ് ഞാൻ. എനിക്ക് സ്നേഹത്തിന്റെ ഒത്തിരി കുറവുകൾ കിട്ടി. ഈ ഭയം എന്നത് ഞാൻ ഡിക്ഷണറിയിൽ നോക്കിയാൽ ഇറ്റ് ഈസ് എ നാച്ചുറൽ ഇമോഷൻ. ഫിയർ ഈസ് എ നാച്ചുറൽ ഇമോഷൻ. ഇത്രയും മാത്രമേ ഒരു ഡിക്ഷണറി നമുക്ക് കിട്ടുന്ന അറിവ്. എന്നാൽ ഈ ആൽക്കഹോളിക് അനോണിമസിൽ വന്നതിന് ശേഷം ഞാൻ ഈ കുടിയുടെ യഥാർത്ഥ കാരണങ്ങളെ കുറിച്ച് തേടിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ഭയം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് എ ലാക്ക് ഓഫ് ലവ് എക്സ്പീരിയൻസ്. സ്നേഹത്തിന്റെ കുറവുകൾ എനിക്ക് ഉണ്ടായപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഭയം ഉണ്ടാകാൻ തുടങ്ങിയത് എന്ന് എനിക്ക് മനസ്സിലായി. ഒരു കുഞ്ഞ് അമ്മയുടെ മാറിടത്തിൽ നിന്ന് ബെഡിലോട്ട് ഇടുമ്പോൾ ആ കുഞ്ഞ് പേടിച്ച് കരയുന്നു. അതിൻ്റെ കാരണം ആ അമ്മയുടെ സ്നേഹത്തിന്റെ കുറവ് ആ കുട്ടിക്ക് അനുഭവം ഉണ്ടാകുന്നു. എനിക്ക് പലപ്പോഴും സ്നേഹത്തിന്റെ കുറവുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. മാതാപിതാക്കൾ എന്നെ സ്നേഹിക്കാൻ ആഗ്രഹിച്ചു എങ്കിലും പലപ്പോഴും അവരെന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിൽ പലപ്പോഴും വന്നുകൂടിയിട്ടുണ്ട്. വീട്ടിലെ ആ സാഹചര്യങ്ങളും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കൊണ്ടായിരിക്കാം എനിക്ക് എൻ്റെ സ്കൂളിലെ കൂട്ടുകാർക്ക് കിട്ടുന്നത് പോലുള്ള സ്നേഹമോ അവർക്ക് കൊടുക്കുന്ന ആ പുതിയ പുതിയ വസ്ത്രങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല. എനിക്കൊരു ക്ലാസ്സിൽ ആദ്യത്തെ ദിവസം മുതൽ ആ വർഷം അവസാന ദിവസം വരെ ഒരു ഷോർട്ട് പാൻറ്റും ഒരു ഷർട്ടും മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. സൺഡേ പള്ളിയിൽ പോണേലും അത് തന്നെ ഇട്ടുകൊണ്ട് പോകണം, മാർക്കറ്റിൽ പോകണമെങ്കിലും അത് തന്നെ ഇട്ടുകൊണ്ട് പോകണം, പന്ത് കളിക്കാൻ പോകണമെങ്കിലും അത് തന്നെ ഇട്ടുകൊണ്ട് പോകണം. അപ്പൊ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ എനിക്കൊരു തോന്നലുണ്ടായിരുന്നു, മറ്റുള്ളവർക്കൊക്കെ എന്നേക്കാൾ കൂടുതലായിട്ട് സ്നേഹം കിട്ടുന്നവരാണല്ലോ, അവർക്ക് എന്നേക്കാൾ കൂടുതൽ വസ്ത്രങ്ങളുണ്ടല്ലോ, അവർക്ക് എന്നേക്കാൾ കൂടുതൽ ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ,
അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആ സ്നേഹത്തിന്റെ കുറവുകൾ പല രീതിയിൽ എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. സ്കൂളിലാണെങ്കിലും ചെല്ലുമ്പോഴോ അവർക്ക് മറ്റുള്ളവരെ പോലെയുള്ള ഒരു മതിപ്പോ അല്ലെ ഒരു സ്നേഹം എനിക്ക് കിട്ടാതെ പോയി. എനിക്ക് ഹെഡ് മാസ്റ്ററുടെ തല്ല് കിട്ടിയിട്ടുണ്ട്. അതും എൻ്റെ നോ ഫോൾട്ട് ഓഫ് മൈ ഓൺ. ഞാൻ ഒരു തെറ്റ് ചെയ്യാഞ്ഞിട്ട് പോലും എൻ്റെ കൂട്ടുകാരൻ ജനലിൽ കൂടെ അകത്ത് കയറി വന്ന് കതക് തുറന്ന് കൊടുത്തു. അത് പിയൂൺ കണ്ടുപിടിച്ചപ്പം അവനെയും പിടിച്ചു, അവന്റെ കൂടെ ഉണ്ടായിരുന്ന എന്നെയും പിടിച്ചു. ഞാൻ പുറത്തായിരുന്നില്ല, എന്നിട്ടും എന്നെയും പിടിച്ചു. ഹെഡ് മാസ്റ്റർ അടുത്ത് കൊണ്ടെന്ന് പറഞ്ഞു, ഇവന്മാർ കള്ളന്മാരാണ്, ഇവന്മാരത് ജനലിനകത്തോടെ സ്കൂളിനകത്ത് കയറി. അത് ഹെഡ് മാസ്റ്റർ ഞങ്ങളെ വിളിച്ചു, രണ്ടുപേരും അസംബ്ലിയുടെ സമയത്ത് ഞങ്ങളെ വിളിച്ചിട്ട് എല്ലാ കുട്ടികളുടെയും മുമ്പിൽ വെച്ച് ചോടയ്ക്ക് നല്ല 3 ചൂരൽ വടി അങ്ങോട്ട് കിട്ടിയപ്പോൾ ഞാനങ്ങോട്ട് കരയാൻ തുടങ്ങി. എനിക്ക് വേറെ മാർഗമൊന്നുമില്ലായിരുന്നു. കരഞ്ഞു. പക്ഷെ എൻ്റെ ജീവിതത്തിൽ അത് വളരെയധികം സ്വാധീനിച്ചു. സ്നേഹത്തിന്റെ കുറവ് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് പലപ്പോഴും സ്നേഹത്തിന്റെ കുറവുകൾ എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ അനുഭവപ്പെട്ടു. ടീച്ചേഴ്സിന്റെ ആണെങ്കിലും ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്നാണെങ്കിലും സ്നേഹത്തിന്റെ കുറവുകൾ അനുഭവപ്പെട്ട പല സാഹചര്യങ്ങളുണ്ട്. അപ്പൊ എനിക്ക് പലപ്പോഴും പേടിയുള്ള ആളുകള്, പോലീസുകാർ എനിക്ക് വലിയ പേടിയാണ്. അവർ പണിഷ് ചെയ്യുമെന്നുള്ളൊരു പേടി എൻ്റെ ഉള്ളിൽ വളരെയധികം കടന്നു കൂടിയിട്ടുണ്ട്. അതിപ്പോഴാണെന്ന് വരിക, ഞാൻ വണ്ടി ഓടിച്ച് റോഡിൽ കൂടെ എവിടെയെങ്കിലും പോകുമ്പം പോലീസുകാരെ കാണുകയോ ട്രാഫിക് പോലീസൊക്കെ വണ്ടി എന്നെ കൈ കാണിക്കുകയൊക്കെ ചെയ്യുമ്പം എനിക്കങ്ങ് അധികമായിട്ട് എന്നെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് പേടി. ഈ പോലീസുകാരുള്ള പേടി. അവരിൽ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പരാജയപ്പെട്ടു. ഞാൻ പലപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ട്, ഐ ആം നോട്ട് വാണ്ടഡ്, നിന്നെ ഇവിടെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ. ഈ പ്രോഗ്രാമിൽ വന്നതിന് ശേഷവും ഞാനത് പലപ്പോഴും അനുഭവിച്ചു. കാരണം പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ രൂപതയില് വൈദികനായിട്ടിരിക്കുന്ന സമയത്ത് ക്രിസ്മസിന്റെ സമയത്ത് ഞങ്ങൾക്ക് ഒരു പാർട്ടി, ഒരു ഗെറ്റ് ടുഗദർ, അച്ഛന്മാരെല്ലാരും കൂടെ ഒരു ഗെറ്റ് ടുഗദർ ബിഷപ്പുമായിട്ട് ഉണ്ടായി. എല്ലാവർക്കും ഇൻവിറ്റേഷൻ കൊടുത്തു, എനിക്ക് ഇൻവിറ്റേഷൻ തന്നില്ല. അപ്പം എൻ്റെ അയൽവക്കത്തുള്ള മറ്റൊരച്ഛൻ ഇങ്ങനെ പോയപ്പോൾ എന്നോട് വിളിച്ചു, മത്തായിച്ചൻ വരുന്നില്ലയോ? ഞാൻ പറഞ്ഞു, എനിക്ക് ഇൻവിറ്റേഷൻ ഇല്ല, അത് കാരണം ഞാൻ വരുന്നില്ല. അതെന്താ മത്തായിച്ചനും ഇൻവിറ്റേഷൻ കിട്ടാഞ്ഞത്? എല്ലാരെയും വിളിച്ചായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു, ഇന്ന് ചിലപ്പം പാർട്ടിയൊക്കെ അല്ലേ, ഇന്ന് ഇച്ചിരി വെള്ളമൊക്കെ അടിക്കുന്ന ദിവസമല്ലേ, എല്ലാവർക്കും ഇച്ചിരി വെള്ളമൊക്കെ കൊടുക്കും. അപ്പൊ മത്തായിച്ചൻ വന്നാൽ ചിലപ്പോൾ മത്തായിച്ചൻ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവൻ്റെ സോബ്രായിറ്റി പോയില്ലേ, അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും നമ്മളെ മനഃപൂർവ്വം വിളിക്കാതിരുന്നതായിരിക്കാം എന്ന് ഞാൻ പറഞ്ഞു മറുപടി. പക്ഷേ എനിക്കത് ഒത്തിരി സ്നേഹത്തിന്റെ കുറവ് പോലെ എനിക്ക് മനസ്സിലായി. കാരണം they are not called me. I felt like I was unwanted. That fear of rejection was എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ എനിക്ക് പലർക്കും മദ്യപാനികൾക്കുള്ളതാണ് ഫിയർ ഓഫ് ഡെത്ത്. ഏത് സമയത്തും ഞാൻ മരിച്ചു പോകുമോ എന്നുള്ള ഒരു ഭയം എന്നെ പല പ്രാവശ്യം പല സാഹചര്യത്തിൽ എന്നെ അലട്ടിയിട്ടുണ്ട്. ഫിയർ ഓഫ് ഡെത്ത്. പലർക്കും ഫിയർ ഓഫ് ലൂസിങ് ഫ്രണ്ട്സ്. എൻ്റെ കൂട്ടുകാരെ കൂടി നിർത്തി കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരെയെല്ലാം എനിക്ക് നഷ്ടപ്പെടുമല്ലോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ടായിരുന്നു. മറ്റുള്ള പലർക്കും ചിലപ്പോൾ കുടി നിർത്തി കഴിഞ്ഞാൽ, അല്ലെ കുടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഭാര്യയെ ഇട്ടേച്ച് പോകും, മക്കൾ ഇട്ടേച്ച് പോകും എന്നുള്ള ആ ഭയം പലരെയും അലട്ടിയതായിട്ട് എനിക്കറിയാം. ഈ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് പല വികൃതികളും ഈ മദ്യപാനികള് കാണിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിലർക്ക് ഈ സ്വയംഭോഗം ചെയ്യുക എന്നുള്ള ഒരു അഡിക്ഷൻ പലരിലും കാണുന്നുണ്ട്.
ആ സ്നേഹത്തിന്റെ കുറവ് അനുഭവിച്ച ആൾക്കാർക്കാണ് ഇങ്ങനെയുള്ളൊരു പ്രോബ്ലം കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. അത് സ്നേഹത്തിന്റെ കുറവിന്റെ ഒരു പരിണിത ഫലമാണ്. അതുപോലെ തന്നെ പലരും വേശ്യാലയങ്ങളിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതും ഈ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് അവർ ഈ പരക്കപ്പാച്ചിൽ നടത്തുന്നത്. അമിതമായ ഭക്ഷണം കഴിക്കുക, ഒരു അൺസിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ജീവിതം നയിക്കുക, ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് നടത്താതെയൊക്കെ ഇരിക്കുന്നത്, ഇതൊക്കെ ഈ സ്നേഹത്തിന്റെ കുറവ് ഉണ്ടായിട്ടുള്ള ആളുകൾക്കുണ്ടാകുന്ന വികൃതികളാണ് ഇതെല്ലാം. ഇനിയിപ്പൊ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ഈ സ്നേഹത്തിന്റെ കുറവിനെ, അല്ല ഈ ഭയത്തെ നമ്മളിൽ നിന്ന് അകറ്റാനും ഭയമില്ലാതാക്കാനും ഭയമില്ലാതെ ജീവിക്കാനും നമുക്ക് എങ്ങനെയാ സാധിക്കുന്നത് എന്നുള്ള ഒരു ഇത്. സ്നേഹത്തിന്റെ കുറവ് അനുഭവിച്ചവർക്ക് പലപ്പോഴും സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് നാം പലതരത്തിലും നമ്മൾ പല വികൃതികളും നമ്മൾ കാട്ടിക്കൊടുക്കും. ഈ സ്നേഹമെന്ന് പറയുന്നത് പിടിച്ചു വാങ്ങാനോ വിലയ്ക്ക് വാങ്ങാനോ ഉള്ള സാധനമല്ല. സ്നേഹം നമുക്ക് ലഭിക്കുന്നത് നാം സ്നേഹം കൊടുക്കുവാൻ തുടങ്ങുമ്പോഴാണ്. വി റിസീവ് വാട്ട് വി ഗിവ്. ഞാൻ സ്നേഹം കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് എനിക്ക് സ്നേഹം ലഭിക്കുവാൻ തുടങ്ങുന്നത്. അപ്പൊ ഞാൻ സ്നേഹം ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എങ്ങനെ സ്നേഹം കൊടുത്താൽ എനിക്ക് സ്നേഹം തിരിച്ചു കിട്ടും? ആദ്യമായി ഞാൻ എന്നെ തന്നെ സ്വയം സ്നേഹിക്കാൻ പഠിക്കണം. മദ്യപാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വയം സ്നേഹിക്കുന്ന വ്യക്തി അല്ല. സ്വയം അവൻ ദ്രോഹിച്ചുകൊണ്ടിരുന്നു, സ്വയമേ അവൻ അബ്യൂസ് ചെയ്തുകൊണ്ടിരുന്നു, ഫിസിക്കൽ അബ്യൂസ് ആൻഡ് ഇമോഷണൽ അബ്യൂസ്. സ്വയമേ അവൻ ടേക്ക് കെയർ ചെയ്യില്ല, ഭക്ഷണ സമയത്ത് കഴിക്കില്ല, അലക്കി വൃത്തിയാക്കിയ വസ്ത്രം ധരിക്കില്ല, ദിവസവും കുളിക്കുകയില്ല. അവന്റെ സംസാര ഭാഷ അശ്ലീലമായിട്ടുള്ള ഭാഷ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ സ്നേഹം കിട്ടാത്ത ഒരു വ്യക്തിയുടെ ബിഹേവിയറാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പൊ സ്നേഹം ലഭിക്കാൻ വേണ്ടിയിട്ട് നാം സ്നേഹം കൊടുക്കാൻ ശ്രമിക്കണം. ആദ്യമായി നാം സ്വയം സ്നേഹിക്കാൻ തുടങ്ങണം. സ്വയം സ്നേഹിക്കാൻ തുടങ്ങുന്നതിന്റെ ലക്ഷണം ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് എല്ലാ ദിവസവും കുളിക്കുക. നമ്മുടെ നഖമൊക്കെ ഒത്തിരി നീണ്ട് വളർന്നതാണെങ്കിൽ അത് ഒന്ന് നെയിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കുക. നമ്മുടെ വസ്ത്രങ്ങളൊക്കെ ഒന്ന് ധരിച്ചലക്കി നാം ധരിക്കുക. മുഖത്തൊരു ഒരു പുഞ്ചിരി ഓടുകൂടി നാം മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാൻ തുടങ്ങുക. Give them a smile. അതുപോലെ തന്നെ നാം മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ be presentable. Comb your hair, put a little oil on your head. മറ്റുള്ളവരോടൊക്കെ പോസിറ്റീവ് എനർജി കൊടുത്തുകൊണ്ട് പോസിറ്റീവ് വേർഡ്സ് മാത്രം സംസാരിക്കാൻ തുടങ്ങുക. അപ്പൊ നമുക്ക് മറ്റുള്ളവര് ആ ആദരവും സ്നേഹവും തരാൻ തുടങ്ങും. നാം സ്വയം സ്നേഹിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാം മറ്റുള്ളവരുടെ മുമ്പിൽ ഹം കിസി സേ കം നഹി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാകും. 4 പേരുടെ മുമ്പിലാണെങ്കിൽ എനിക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാം, ഇരുന്ന് സംസാരിക്കാം. അപ്പൊ ഞാൻ എന്നെ തന്നെ ഒന്ന് ഡിസിപ്ലിനിൽ കൊണ്ടുവന്ന് ഒരു വൃത്തിയായിട്ടൊക്കെ 4 പേരുടെ മുമ്പിൽ ഇരിക്കുകയാണെന്ന് അത് ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നതിന്റെ ഒരു ഭാഗമാണ്. ടേക്കിംഗ് കെയർ ഓഫ് മൈസെൽഫ്, ഈറ്റിംഗ് ഫുഡ് ഇൻ ടൈം, സ്ലീപ്പിംഗ് ഇൻ ടൈം, ഗിവിംഗ് എക്സസൈസ് ഇൻ ടൈം അക്കോർഡിംഗ് ടു മൈ നീഡ് ഫോർ മൈ ഹെൽത്ത്. ഇതൊക്കെ സ്വയം സ്നേഹിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ്.
രണ്ടാമതായിട്ട് ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങണം. മറ്റുള്ളവർ എന്നെ സ്നേഹിക്കുകയില്ല, ഞാൻ അവരെ സ്നേഹിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ. നമ്മുടെ മുമ്പിൽ പല തരത്തിലുള്ള ആളുകൾ വരും. കൊച്ചു കുട്ടികളായിരിക്കാം, നമ്മുടെ ഏജ് ഗ്രൂപ്പ് ആയിരിക്കാം, പിയർ ഗ്രൂപ്പ്സ് ആയിരിക്കാം, നമ്മളെക്കാളും പ്രായം ഉള്ള ആൾക്കാരായിരിക്കാം, വൃദ്ധകളായിരിക്കാം, പാവപ്പെട്ടവനായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അംഗഹീനായിക്കോട്ടെ, നാം അവരെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ അവരും നമുക്ക് സ്നേഹം തരാൻ തുടങ്ങും. ഞാനൊരു കൊച്ചു കുട്ടിക്കൊരു ഒരു സ്മൈല് കൊടുക്കുമ്പോൾ ആ കുട്ടി എന്നെ നോക്കി പുഞ്ചിരിക്കാൻ തുടങ്ങും, എനിക്ക് സ്നേഹം കിട്ടാൻ തുടങ്ങും. ഞാനൊരു 100 കുട്ടികളുടെ മുമ്പിൽ ഞാൻ അവർക്കെല്ലാം ഒരു പുഞ്ചിരി കൊടുത്തോണ്ട് ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ അവരെല്ലാവരും സന്തോഷത്തോടെ പുഞ്ചിരിയോടുകൂടി ഗുഡ് മോർണിംഗ് ഫാദർ എന്ന് അവർ പറയും. എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടും. മറ്റുള്ളവരെ ഞാൻ സ്നേഹം കൊടുക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് സ്നേഹം കിട്ടും. അപ്പൊ ഞാൻ സ്നേഹത്താൽ വളരുമ്പോൾ എൻ്റെ ഉള്ളിലെ ഭയം അകന്നുകൊണ്ടേയിരിക്കും. ഞാൻ സ്നേഹത്താൽ നിറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ ഉള്ളിലെ ഭയം അകന്നുകൊണ്ടേയിരിക്കും. ആദ്യത്തെ ദിവസം 34 വർഷം മുമ്പ് ആൽക്കഹോളിക് അനോണിമസിൽ മീറ്റിങ്ങിൽ ആദ്യമായിട്ട് ഞാൻ ഇരുന്ന് എന്നോട് ചെയർപേഴ്സൺ ആവശ്യപ്പെട്ട് മത്തായിച്ചൻ ഒന്ന് ഷെയർ ചെയ്യാമോ? അപ്പൊ ഞാൻ എല്ലാവരുടെയും മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഐ ആം ഫാദർ മത്തായി, ഐ ആം ആൻ ആൽക്കഹോളിക്. എന്റെ ഷെയറിങ് കേട്ടതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും എന്റെ അടുത്ത് വന്നിട്ട് എന്നെ ആലിംഗനം ചെയ്തുകൊണ്ട്, ഹായ് ഫാദർ മത്തായി, വി ആർ നോട്ട് ഡിഫറെന്റ്. എന്നെ അവർ അംഗീകരിച്ചു, എനിക്കവർ സ്നേഹം തന്നു. ആ ഒരു അനുഭവം എന്നെ വളരെയധികം എൻ്റെ ജീവിതത്തെ സ്പർശിച്ചു, ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഞാൻ ആദ്യമായിട്ടാണ് സ്നേഹം അനുഭവിച്ചത്. ഞാൻ ഒരു മദ്യപാനിയാണെന്ന് അറിഞ്ഞു, ആളുകളെ സ്നേഹിക്കാൻ ഉണ്ടല്ലോ എന്നുള്ള ഒരു ആത്മവിശ്വാസം എൻ്റെ ഉള്ളിലുണ്ടായത് ആ ഒരു ദിവസമാണ്. അപ്പൊ എനിക്ക് കിട്ടി മറ്റുള്ള മദ്യപാനികളിൽ നിന്ന്. അപ്പൊ അങ്ങനെ സ്നേഹം എനിക്ക് കിട്ടിയപ്പോൾ എൻ്റെ ആ ഭയം മാറി. ഞാനൊരു ആൽക്കഹോളിക് ആണ് എന്ന് പറയുന്ന ഒരു ഭയം എന്നിൽ ഉണ്ടായിരുന്നത് അത് മാറി. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ആൽക്കഹോളിക് ആണെന്ന് പറയുവാൻ ആഗ്രഹിച്ചതല്ല, എനിക്ക് ഭയങ്കര ഭയവും നാണക്കേടും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് എന്നെ ആരെങ്കിലും വിളിക്കുമ്പോൾ ഞാനൊരു ആൽക്കഹോളിക് ആണ്, എൻ്റെ പേര് ഫാദർ മത്തായി എന്ന് പറയാൻ എനിക്ക് ഭയമില്ലെന്ന്, എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നെ കേൾക്കുന്ന മദ്യപാനികൾക്ക് അതൊരു പ്രചോദനം കൂടിയാണെന്നുള്ളത് വിശ്വാസം എനിക്കുണ്ട്. അപ്പൊ എനിക്ക് എൻ്റെ ഉള്ളിലെ ആ ഭയം പതിയെ മാറിക്കൊണ്ടിരുന്നു, എനിക്ക് സ്നേഹം കിട്ടാൻ തുടങ്ങിയപ്പോൾ. പിന്നെ മൂന്നാമത്തെ തലം, ഞാൻ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങി, ദൈവത്തിന് സ്നേഹം കൊടുക്കുവാൻ തുടങ്ങി. ഇന്ന് ഞാൻ മദ്യപാനത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നു എങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ്, എൻ്റെ കഴിവ് കൊണ്ടല്ല. ഞാൻ ദൈവത്തോട് കൃതജ്ഞതയുള്ളവനാണ്. അപ്പൊ ഞാൻ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങി. ഞാൻ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിയതോടുകൂടി ഞാൻ ദൈവത്തിന്റെ ആജ്ഞകൾ പാലിക്കുവാനും തുടങ്ങി. എവറി ഡേ ഗോഡ് ഈസ് ആസ്കിങ് മീ ടു ഡു ഗോഡ്സ് വിൽ, നോട്ട് മൈ വിൽ. അപ്പൊ എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ഇച്ഛകളുമല്ല, ദൈവത്തിന്റെ ഇച്ഛയും ദൈവത്തിന്റെ ആഗ്രഹങ്ങളുമാണ് ഇനിയും എനിക്ക് നിറവേറ്റാൻ ഉള്ളത് എന്നെനിക്ക് മനസ്സിലായി. ഞാൻ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ ആ ആഗ്രഹങ്ങളും ദൈവത്തിന്റെ ആ ഇച്ഛയും ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇച്ഛയും എൻ്റെ ആഗ്രഹങ്ങളുമായിട്ട് ഞാൻ അത് അംഗീകരിക്കാൻ തുടങ്ങി. ഇന്ന് ഞാൻ പല സാഹചര്യങ്ങളിലും എൻ്റെ ഇഷ്ടം ആണോ ദൈവത്തിന്റെ ഇഷ്ടമാണോ ഇതെന്ന് ഞാൻ ഒരു ചോദ്യം ചോദിക്കും എന്നോട് തന്നെ. അപ്പം ഇത് ദൈവത്തിന്റെ ഇഷ്ടമല്ല എന്നെനിക്ക് തോന്നിയാൽ ആ പ്രവൃത്തിയിൽ നിന്ന് ഞാൻ
മാറി നിൽക്കുന്നു. ഇത് ദൈവത്തിന്റെ ഇഷ്ടം, ഇത് മത്തായിച്ചന്റെ ഇഷ്ടമാണെന്ന് തോന്നിയാൽ ഞാൻ ചോദിക്കും, ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? ദൈവമേ എന്നോട് കാണിച്ചു തരണമേ എന്ന് ഞാൻ ചോദിക്കും. അപ്പം ദൈവം എനിക്ക് കാണിച്ചു തരും. ഇത് മത്തായിച്ചന്റെ ഇഷ്ടമാണ്, ദൈവത്തിന്റെ ഇഷ്ടമല്ല. മത്തായിച്ചൻ അതിൽ നിന്ന് മാറി നിൽക്കേ, മത്തായിച്ചൻ അവിടെ പോകണ്ട, മത്തായിച്ചൻ അതിലേ പോകണ്ട എന്നെനിക്ക് മാർഗദർശനം കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ ഞാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ദൈവസ്നേഹം എന്നിലേക്ക് ഒഴുകുവാൻ തുടങ്ങി. ദൈവസ്നേഹം എന്നിലേക്ക് ഒഴുകുവാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിലെ ഭയം അങ്ങോട്ടും കുറഞ്ഞ് ഒട്ടുമില്ലാത്ത ഒരു രീതിയിലേക്ക് മാറുന്നു. ഇത് ഞാൻ അനുഭവത്തിൽ കൂടി ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഞാനിപ്പോൾ എവിടെ പോയാലും, ഞാനിപ്പം ഇന്നലെ ഞാൻ പൂനെയിൽ നിന്ന് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ വണ്ടിയിൽ ഒറ്റയ്ക്ക് ഞാൻ കാർ ഓടിച്ച് ഞാൻ വാരണാസിയിൽ വന്നു. വനത്തിൻ്റെ നടുക്കൂടെയും റോഡുകളൊക്കെ മോശമായിരുന്നു, ചിലയിടത്തൊക്കെ നല്ല ഹൈവേ ഒക്കെ ആണെങ്കിലും ഒരു ഭയവും എനിക്ക് ഒരിടത്തും തോന്നിയില്ല. നക്സലൈറ്റ്സ് ഒക്കെ ഉള്ള അല്ലെ മാവോവാദികളുള്ള സ്ഥലങ്ങളിൽ കൂടെയും ഞാൻ യാത്ര ചെയ്തു. പക്ഷെ എനിക്ക് ഭയം എന്നുള്ളത് എനിക്ക് അനുഭവപ്പെട്ടില്ല. കാരണം എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ ദൈവം എൻ്റെ കൂടെയാണ് യാത്ര ചെയ്യുന്നത്, ദൈവം എൻ്റെ കൂടെ സാന്നിധ്യത്തിലാണെന്നുള്ള ആ ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് എനിക്കൊരു ശകലം പോലും ഭയമുണ്ടായില്ല വന്ന വഴിക്ക് എന്നുള്ളത് സത്യമാണ്. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, അല്ലെ ഞാൻ ദൈവത്തിന് സ്നേഹം കൊടുക്കുമ്പോൾ ദൈവം എന്നെ സ്നേഹിക്കുന്നു, എന്നെ പല അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തി, പല പ്രലോഭനങ്ങളിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തി. കാരണം പുറത്തെ ജീവിതം എന്ന് പറയുന്നത് പ്രലോഭനങ്ങളാൽ നിറഞ്ഞതാണ്. പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ, പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രലോഭനങ്ങൾ, സെക്ഷുവൽ ആയിട്ടുള്ള ഒരു പ്രലോഭനങ്ങള്, അങ്ങനെ പലതരത്തിലുള്ള തെറ്റായ മാർഗത്തിൽ കൂടെ പോകാനും തെറ്റായ കാര്യങ്ങൾ ഞാൻ ചെയ്യുവാനും എനിക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകും ഈ സോബർ ലൈഫിൽ ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ. പക്ഷെ ഞാൻ ദൈവത്തോട് സ്നേഹം കൊടുക്കുമ്പോഴും ദൈവത്തിന്റെ ഇഷ്ടം പോലെ ജീവിക്കാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ദൈവം എന്നെ പരിപാലിക്കുന്നു, ദൈവം എന്നെ പല അപകടത്തിൽ നിന്നും പ്രലോഭനത്തിൽ നിന്നും വിജയിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു ധൈര്യവും എന്നെ ഭയത്തെ എൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റിത്തരുന്നു എന്നുള്ള ഒരു സത്യം ഞാൻ അനുഭവിക്കുന്നു. രണ്ടാമത്തെ ടോപ്പിക്ക് ആങ്കർ എന്നുള്ള ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ഞാൻ ഈ ഡിക്ഷണറിയിലൊക്കെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ആങ്കറിന്റെ ഡെഫിനിഷൻ എന്നതാണ്, പരിഭാഷ എന്താന്ന് നോക്കുമ്പോൾ അതും ഒരു നാച്ചുറൽ നെഗറ്റീവ് ഇമോഷനാണ് ആങ്കർ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ആൽക്കഹോളിക് അനോണിമസിന്റെ ജീവിത രീതിയിൽ കൂടെ മുമ്പോട്ട് പോയപ്പോൾ, ഞാൻ പഠനം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ആങ്കർ എന്ന് പറയുന്നതിന്റെ അർത്ഥം പെയിൻ റിസീവ്ഡ്, വേദന എനിക്ക് ലഭിച്ചു, എനിക്ക് വേദന ലഭിച്ചു എന്നുള്ളതാണ് ഈ കോപം എന്നുള്ളതിന്റെ യഥാർത്ഥ പരിഭാഷ. എനിക്ക് പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നു എൻ്റെ ചെറുപ്പം മുതൽ ഇന്നേ വരെയുള്ള കാലഘട്ടത്തിൽ. എപ്പോഴെല്ലാം എനിക്ക് വേദനകൾ, അത് ഫിസിക്കൽ പെയിൻ ആയിക്കോട്ടെ, മെന്റൽ ആഗണി ആയിക്കോട്ടെ, ഇമോഷണൽ പെയിൻ ആയിക്കോട്ടെ, ഏതെല്ലാം തരത്തിലുള്ള പെയിൻ, വേദന എനിക്ക് ലഭിച്ചുവെങ്കിൽ എൻ്റെ ഉള്ളിൽ കോപം എന്ന ആ ഭാവന വളർന്നു വരാൻ തുടങ്ങി. എനിക്ക് ചെറുപ്പത്തിൽ അടി കിട്ടിയിട്ടുണ്ട്, വേദന കിട്ടിയിട്ടുണ്ട്. എനിക്ക് അധ്യാപകരോടും ഹെഡ് മാസ്റ്ററോടുമുള്ള അരിശം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കോപം വളർന്നുകൊണ്ടേയിരുന്നു. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ടീച്ചർ എന്നോട് പറഞ്ഞു, ഒരു ആദ്യ വെള്ളിയാഴ്ച ദിവസമായിരുന്നു. അപ്പം
ഞങ്ങളുടെ സ്കൂളില് ക്രിസ്ത്യാനികളും ഉണ്ട്, ഹിന്ദുക്കളും ഉണ്ട്, മുസ്ലിങ്ങളും ഉണ്ട്. അപ്പം ടീച്ചർ പറഞ്ഞു ക്രിസ്ത്യാനികളെല്ലാം എഴുന്നേറ്റ് നിൽക്കടാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി ഞാനൊരു ക്രിസ്ത്യാനിയാണ്, അപ്പൊ ഞാൻ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ലൈനായിട്ട്, ഒരു ലൈൻ ആണുങ്ങളുടെ, ഒരു ലൈൻ പെണ്ണുങ്ങളുടെ, നിങ്ങൾ ലൈനായിട്ട് പള്ളിയിലോട്ട് പോകാൻ പറഞ്ഞു. എന്തിനാ പോകുന്നതെന്നോ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇത്രയും ഞാൻ ആജ്ഞ കേട്ടു. ടീച്ചർ പറഞ്ഞു ക്രിസ്ത്യാനികൾ എഴുന്നേൽക്കുക, ലൈനായിട്ട് പള്ളിയിൽ പോവാ. ഞാൻ ലൈനായിട്ട് എല്ലാവരുടെയും കൂടെ പള്ളിയിൽ ചെന്നു. ആക്ച്വലി അന്ന് അവിടെ ഞങ്ങളുടെ ഒരു പള്ളിയിൽ ഇങ്ങനൊരു സ്കൂളിലൊരു ഇതുണ്ടായിരുന്നു. എല്ലാ ആദ്യ വെള്ളിയാഴ്ച ദിവസങ്ങളിലും കുട്ടികൾ പള്ളിയിൽ ചെന്ന് കുമ്പസാരിക്കണം. അപ്പൊ ആദ്യ കുമ്പസാരം കഴിഞ്ഞ ആൾക്കാരെല്ലാം ഇപ്പൊ 4ാം ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മിക്കവാറും എല്ലാവരും കുമ്പസാരിച്ചിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യ കുമ്പസാരം നടത്തിയിട്ടില്ല, ആദ്യ കുർബാന നടത്തിയിട്ടില്ലാത്തൊരു വ്യക്തിയായിരുന്നു. അത് ടീച്ചറിന് അറിയത്തില്ലായിരുന്നു. കാരണം ഞാൻ വേറൊരു സ്ഥലത്തു നിന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഈ സ്കൂളിൽ ചേർത്തതാണ് 4ാം ക്ലാസ്സിൽ. അപ്പൊ ടീച്ചറിന് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ ക്രിസ്ത്യാനിയാണ്. എന്നെ പള്ളിയിലേക്ക് പറഞ്ഞു കൂട്ടി. ഞാൻ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞിരുന്നപ്പോൾ കൂട്ടുകാരെല്ലാം ചുറ്റുപാട് ഈ വർത്തമാനം കേട്ടിട്ടുണ്ട്. കുമ്പസാരക്കൂട്ടിലിരുന്ന വികാരിയച്ഛൻ എഴുന്നേറ്റ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ചോദിച്ചു, എന്നാണ് നീയൊക്കെ ഇവിടെ നിന്ന് വർത്തമാനം പറയുന്നത്? എല്ലാരും എന്റെ മുമ്പിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞത് മത്തായി വന്നിരിക്കുന്നു കുമ്പസാരിക്കാനായിട്ട്. അവൻ കുമ്പസാരം ചെയ്ത ആ തീർവാനയും കൈക്കൊള്ളാത്തവനാ. ഉടനെ എന്നോട് പറഞ്ഞു, നീ ഒന്ന് എഴുന്നേറ്റ് നിൽക്കടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആകെപ്പാടെ പേടിച്ചു പറിച്ച എല്ലാവരുടെയും മുമ്പില് ഞാൻ എഴുന്നേറ്റ് നിന്നു, വികാരിയച്ഛന്റെ മുമ്പില്. എന്നോട് വികാരിച്ചനോട് ചോദിച്ചു, നീ എന്തിനാടാ വന്നത്? അതിന് ഉത്തരം പറയാൻ എനിക്ക് അറിയത്തില്ല. ഞാൻ എന്തിനാ വന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ടീച്ചർ പറഞ്ഞതിന് പേര് മാത്രം ഞാൻ വന്നതാ, എനിക്കറിയാത്രേ. പക്ഷെ എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ ഉത്തരം കൊടുക്കണമെന്നൊരു സ്വഭാവം എൻ്റെ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. ഉടനെ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞാൻ പ്രാർത്ഥിക്കാൻ വന്നതാന്ന് പറഞ്ഞു. അപ്പൊ അച്ഛന് തോന്നി ഞാൻ വാങ്ങിച്ചിട്ട് ചെറുകൂടാണല്ലോ ആദ്യം ചോദിച്ചാൽ മറുപടി എന്താ കണ്ടില്ലേ, ഞാൻ പ്രാർത്ഥിക്കാൻ വന്നതാണ്. ഉടനെ അച്ഛൻ എൻ്റെ കൈക്ക് പിടിച്ചോണ്ട് എന്നോട് പറഞ്ഞു, നീ ഇനി പാടാ, നിന്നെ ഞാൻ പ്രാർത്ഥിപ്പിക്കാമെന്ന് പറഞ്ഞു. എന്നെ കൊണ്ടുവന്ന് എൻ്റെ പള്ളിയുടെ ആ ആൾത്താരയുടെ മുമ്പിൽ ഇങ്ങനെ അവിടെ ഒരു റെയിലിങ്സ് ഉണ്ടായിരുന്നു, പഴയ ആ പള്ളിയുടെ റെയിലിങ്സ്. അവിടെയൊക്കെ ഞങ്ങൾ ഈ ആളുകൾ മുട്ടുകുത്തി അവിടെ നിന്നാണ് ഈ പുസ്തകമാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നത് പഴയ കാലത്ത്. അപ്പൊ എന്നെ ആ റെയിലിങ്സ് കൊണ്ടുവന്നോട് പറഞ്ഞു, നീ മുട്ട നിൽക്കടാന്ന് പറഞ്ഞു. കൈ കുപ്പിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അങ്ങോട്ട് മുമ്പോട്ട് നോക്കിയിട്ട്. അപ്പൊ ഞാൻ അവിടെ മുമ്പോട്ട് നോക്കിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ദൈവമേ, എന്നെ ഈ പണിഷ്മെന്റ് എനിക്ക് കിട്ടുന്നതായിരിക്കും, ഒരു പിടിയും കിട്ടുന്നില്ല. ഞാൻ എന്നാ തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഈ പണിഷ്മെന്റ് കിട്ടുന്നത്? അതും മുട്ടയിൽ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ മുട്ടയിൽ നിന്ന് നിൽക്കാൻ പറഞ്ഞത് ഞാൻ ചെയ്യുന്നതാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ മുട്ടിന് വേദന എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കരയാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ആ വികാരിച്ചുകൊണ്ട് ഭയങ്കര അരിശം തോന്നി, എൻ്റെ ഉള്ളിൽ അരിശം തുടങ്ങി. ആ ടീച്ചർ എന്നെ പള്ളിയിലേക്ക് പറഞ്ഞു വിട്ട ടീച്ചറിനോട് എനിക്ക് അങ്ങോട്ട് അരിശം അങ്ങോട്ട് തുടങ്ങി. എൻ്റെ പുറകിലിരിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം എന്നെ നോക്കി കളിയാക്കുകയായിരിക്കും, ചിരിക്കുകയായിരിക്കും എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നു. അപ്പൊ എൻ്റെ ഉള്ളിൽ വേദന അങ്ങ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം എൻ്റെ ഉള്ളിലെ ആ കോപവും അങ്ങ് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു, അതേ പ്രപ്പോർഷനിൽ. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, കരയുക എന്നുള്ളത് അതിന് അപാരമായിട്ട്. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു. 2-3 മണിക്കൂർ നേരം ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നു, മുട്ടയെ കുത്തി. 3 മണിക്കൂർ കഴിഞ്ഞപ്പം വിചാരിച്ചൻ എൻ്റെ അടുത്ത് വന്നു ചോദിക്കുക, ഇതുവരെ നീ പോയില്ലേടാ? എല്ലാവരും കുമ്പസാരിക്കാൻ വന്നവർ കുമ്പസാരം കഴിഞ്ഞിട്ട് അവർ തിരിച്ച് പള്ളിക്കുറിച്ച് പോയി. എന്നിട്ട് ഞാൻ അവിടെ കുത്തിയിരിക്കുകയായിരുന്നു. ഇമാജിൻ ചെയ്തുകൊണ്ട് എല്ലാവരും എന്നെ നോക്കി ഇന്ന് ചിരിക്കുക പറയുന്നത്. അപ്പോഴാണ് മനസ്സിലായത്, ഞാൻ എഴുന്നേൽക്കുന്ന പള്ളിക്കുറിച്ച് പോടാ, നീ പോയിട്ട് നിന്റെ ക്ലാസ് റൂം അടയ്ക്കുന്നതിന് മുമ്പായിട്ട് പോയി ബാഗ് എടുത്തുകൊണ്ട് വീട്ടിൽ പോകാൻ പറഞ്ഞു. ഞാൻ പേടിച്ച് ക്ലാസ് റൂമിൽ ചെന്നപ്പോഴത്തേക്ക് ക്ലാസ് റൂം എല്ലാം അടച്ചു കഴിഞ്ഞു, പിള്ളേരെല്ലാം വീടുകളിലേക്ക് പോയി. അപ്പം പുസ്തകവും ബുക്കും ഇല്ലാതെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് അവിടെ തല്ല് കിട്ടും. ഇനി എങ്ങനെയാടാ വീട്ടിൽ പോകുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു. വേദന അങ്ങ് ഭാരമായിട്ട് ഞാൻ ഈ വേദനയും അരിശവും, കാരണം കോപത്താൽ ഞാൻ ചില തീരുമാനങ്ങൾ മനസ്സിൽ അങ്ങോട്ട് ചിന്തിക്കാൻ തുടങ്ങി. ഇനിയും മേലാ ഞാൻ പള്ളിക്കൂടത്തിൽ വരില്ല, ഇനിയും മേലാ ഞാൻ പള്ളിയിൽ പോവുകയില്ല, ഇനി മേലാ ഞാൻ ഈ അച്ഛന്മാരെയും ഒന്നും കാണാൻ പോവുകയില്ല എന്നൊക്കെയുള്ള ചില തീരുമാനങ്ങളൊക്കെ അങ്ങോട്ട് മനസ്സിൽ കൂടെ അങ്ങോട്ട്
എടുക്കാൻ തോന്നലുണ്ടായി. അപ്പം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പാത്തും പരിമയും വേണം വീട്ടിൽ ചെന്ന് കയറാൻ. അല്ലെങ്കിൽ പത്തായ മമ്മിയോ ആരെങ്കിലും അല്ലെ പെങ്ങന്മാരോ പുസ്തകം ഇല്ലാതെ വീട്ടിലോട്ട് കയറി ചെല്ലുന്നത് കണ്ടാൽ അവർ ചോദിക്കും, എന്തിയാണ് നിന്റെ ബാഗും, നീ അങ്ങോട്ട് ബാഗ് കൊണ്ട് കളഞ്ഞിട്ടാണല്ലോ വരുന്നതെന്നൊക്കെ ചോദിച്ചാൽ പപ്പ എന്നെ തല്ലൂ എന്നുള്ളൊരു പേടിയുണ്ട് എനിക്ക്. ഏതായാലും കൊള്ളാം, ആരും എന്നെ ചോദ്യം ചെയ്യാത്ത രീതി ഒതുക്കത്തിൽ ഞാൻ വീട്ടിനുള്ളിൽ കയറി. എനിക്ക് തല്ല് കിട്ടിയില്ല. പക്ഷെ പിറ്റേ ദിവസം മുതൽ എനിക്ക് പള്ളിക്കൂടത്തിലോട്ട് പോകാൻ ഒരു ആഗ്രഹമില്ല. പള്ളിക്കൂടത്തിൽ പോകുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ട് പോലെ എനിക്ക് തോന്നി. പക്ഷെ എൻ്റെ മുമ്പിൽ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. ഞാൻ പള്ളിക്കൂടത്തിൽ പോകാതിരുന്നാൽ എനിക്ക് വീണ്ടും വീട്ടിൽ തല്ല് കിട്ടും. അത് കാരണം എനിക്ക് പോകേണ്ടി വന്നു. എൻ്റെ ജീവിതത്തിൽ അരിശം ഇങ്ങനെ വളർന്നു വളർന്നു വന്നതിൻ്റെ ഒരു പശ്ചാത്തലം ഇതാണ്. എനിക്ക് വേദന ലഭിച്ചു. എന്നെ മുട്ടയെ കുത്തി നിർത്തി 3 മണിക്കൂർ. എൻ്റെ മുട്ടിന്റെ അടിയിൽ ചെറിയ തരി പോലുള്ള മണൽ തരികൾ അവിടെ ഉണ്ടായിരുന്നത് എൻ്റെ മുട്ടയിലോട്ട് കയറിയിട്ട് എനിക്ക് വേദന സഹിക്കാൻ മേലാത്ത വേദന കിട്ടിയപ്പോൾ എൻ്റെ ഉള്ളിൽ കോപം വർദ്ധിച്ചു 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 വന്നു. രണ്ടാമത് എനിക്ക് വേദന ഒത്തിരി ഉണ്ടായ ഒരു സംഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ സ്കൂളിൽ നിന്ന് പഠിത്തമല്ല കഴിഞ്ഞ് മെട്രിക് കഴിഞ്ഞിട്ട് ഞാൻ കേരളം വിട്ട് ഞാൻ രാജസ്ഥാനിൽ പഠിക്കാനായിട്ട് പോയി. അവിടുത്തെ പഠിത്തം കഴിഞ്ഞിട്ട് ഞാൻ നാഗ്പൂരിൽ എൻ്റെ പഠിത്തവും യൂണിവേഴ്സിറ്റി പഠനങ്ങളെല്ലാം നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ ചെയ്തത്. അതെല്ലാം കഴിഞ്ഞൊരു വൈദികനായി. വൈദികനാകുന്നതിൻ്റെ 1 വർഷം മുമ്പ് ഞങ്ങൾക്കൊരു ഡീക്കൻ പട്ടം എന്ന് പറഞ്ഞൊരു പട്ടമുണ്ട്. അപ്പൊ ആ ഡയക്കണേറ്റ് പട്ടം സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് ചില ചടങ്ങുകളൊക്കെ ഉണ്ട് സെമിനാരിയുടെ. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിൽ നിന്നുള്ള സീറോ മലബാർ രൂപത ആണ് കാഞ്ഞിരപ്പള്ളി. അവിടുന്ന് ഞാൻ ജോലി ചെയ്യുവാനായിട്ട് എന്നെ വിളിച്ചത് വാരണാസി രൂപതയിലേക്കാണ്. അത് ലാറ്റിൻ ഡയസിസ് ആണ്. അപ്പൊ അന്നത്തെ കാനൻ ലോ അനുസരിച്ച് സീറോ മലബാർ സഭയിൽ നിന്ന് ലത്തീൻ സഭയിലേക്ക് ഒരു വൈദികനാകാൻ പോകുന്ന ആളുകൾക്ക് NOCയുടെ ആവശ്യമുണ്ട്. നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ഫ്രം ദ ഹോം ഡയസിസ് ബിഷപ്പ്. അപ്പോൾ കാഞ്ഞിരപ്പള്ളി ബിഷപ്പിന്റെ ഒരു NOC സർട്ടിഫിക്കറ്റ് എനിക്ക് വേണം. അതിനെ ഞങ്ങൾ ഡെമിസോറിയൽ സർട്ടിഫിക്കറ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ഡെമിസോറിയൽ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയില്ല. കാരണം എൻ്റെ പപ്പ വികാരിച്ചനോട് പറഞ്ഞു, അച്ഛ ഡെമിസോറിയൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നുണ്ട്, മത്തായിച്ചന് ഓർഡിനേഷൻ കൊടുക്കണമെന്ന് വരില്ല. അതുകൊണ്ട് അച്ഛനൊരു സർട്ടിഫിക്കറ്റ് എങ്ങനെയാ ഒന്ന് പറഞ്ഞത്, അത് ബിഷപ്പ് കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റാണ്, എനിക്ക് എഴുതാൻ പറ്റുകയില്ല. ഞാൻ വേണേ ഒരു ആപ്ലിക്കേഷൻ അങ്ങോട്ട് ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞു. ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്തപ്പം ചോദിച്ചു, മത്തായിച്ചൻ എന്തിനാ ലാറ്റിൻ ഡയസിലേക്ക് പോകുന്നത്? സീറോ മലബാർ ഡയസിസിലേക്ക് അച്ഛന്മാരുടെ ആവശ്യമുണ്ടല്ലോ, വേണമെന്നൊരു മത്തായിച്ചനോട് സീറോ മലബാർ ഡയസിസിൽ അച്ഛനാകാൻ പറ, ലാറ്റിൻ ഡയസിലേക്ക് പോകാൻ ഞാൻ അനുവാദം കൊടുക്കുകയില്ല, NOC തരില്ല എന്ന് ബിഷപ്പ് നമുക്ക് കർശനമായിട്ട് പറഞ്ഞു. എന്നും പറഞ്ഞ് എനിക്ക് ഡെമിസോറിയൽ സർട്ടിഫിക്കറ്റ് തന്നില്ല. രണ്ടാമത് എനിക്കൊരു പ്രശ്നമുണ്ടായി. ഓർഡിനേഷന്റെ തലേ ദിവസം റെക്ടർ എല്ലാവരെയും വിളിച്ചു. ഞങ്ങൾ 14 പേരായിരുന്നു ഒരു ബാച്ചില്. 14 പേരെ പിറ്റേ ദിവസം പട്ടം സ്വീകരിക്കാനായിട്ട് നിയോഗിച്ച ദിവസമാണ്. അപ്പൊ തലേ ദിവസം വൈകിട്ട് എന്നെ റെക്ടർ മുറി വിളിച്ചു പറഞ്ഞു, മത്തായിച്ച നാളെ 13 പേർക്ക് പട്ടം കൊടുക്കുന്നതായിരിക്കും, മത്തായിച്ചന് നാളെ പട്ടം കൊടുക്കാൻ സാധിക്കില്ല. ഇത് കേട്ടപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഞാൻ എൻ്റെ ശരീരത്തോടു കൂടി ഞാൻ അങ്ങ് ഭൂമിയിലേക്ക് അങ്ങ് താണുപോയി എന്നെനിക്ക് അങ്ങ് തോന്നിപ്പോയി. 14 വർഷം ഞാനൊരു വൈദികനാകാൻ ആഗ്രഹിച്ച് പഠിച്ച് പഠനമെല്ലാം തീർന്നു കഴിയുന്ന പട്ടത്തിന്റെ തലേ ദിവസം കേൾക്കേണ്ടി വന്നു, നാളെ മത്തായിച്ചന് പട്ടം സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്ന്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് എൻ്റെ ഗസ്റ്റിനെയും റിലേറ്റീവ്സിനെയും എല്ലാം വിളിച്ചു. പട്ടം സ്വീകരണത്തിനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. പുതിയ ലോഹ തയ്പ്പിച്ചു, ക്യാമറാമാനെ അറേഞ്ച് ചെയ്തു, ടീ പാർട്ടി അറേഞ്ച് ചെയ്തു, കേരളത്തിൽ നിന്ന് വന്നവർക്ക് താമസിക്കാനുള്ള മുറികളും എല്ലാം അറേഞ്ച് ചെയ്തു, സെറ്റ് ചെയ്തു, അവർക്ക് തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് വരെ അറേഞ്ച് ചെയ്തു.
അവരെല്ലാം അവിടെ ഉണ്ട് താനും. അപ്പൊ എനിക്കിത് കേൾക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് ഇത്രയും അങ്ങോട്ട് എൻ്റെ ഹൃദയത്തിൽ കൂടെ ഒരു വാള് കടന്നു പോയതുപോലെ എനിക്ക് തോന്നി. അങ്ങ് ഹൃദയം അങ്ങ് വേദനയിൽ അങ്ങ് തകർന്നു പോയി. അതുപോലെ വേദന ഉണ്ടായ ഒരു നിമിഷമായിരുന്നു അത്. എനിക്ക് വേദന ലഭിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ കോപം എന്ന ഒരു അവനെ അങ്ങോട്ട് വളർന്നിട്ട് ആദ്യമായിട്ട് എന്നോട് പറഞ്ഞ റെക്ടർ അച്ഛനോട് എനിക്ക് കോപം തോന്നി. അത് കഴിഞ്ഞ് എൻ്റെ ബിഷപ്പിനോട് എനിക്ക് കോപം തോന്നി. ഈ ബിഷപ്പ് എന്തുകൊണ്ട് എനിക്ക് ഡെമിസോറിയൽ സർട്ടിഫിക്കറ്റ് തന്നില്ല? അതുപോലെ തന്നെ എൻ്റെ പാരിഷ് പ്രീസ്റ്റിനോട് എനിക്ക് കോപം തോന്നി. അച്ഛൻ എന്തുകൊണ്ട് അപ്പൊ റെക്ടർ അച്ഛൻ എന്നോട് പറഞ്ഞു, മത്തായിച്ചന് ഓർഡിനേഷൻ ബ്ലോക്ക് ചെയ്തതിന്റെ 2 കാരണങ്ങളുണ്ട്. ഒന്ന് ഡെമിസോറിയൽ സർട്ടിഫിക്കറ്റ്, രണ്ടാമത് മത്തായിച്ചന്റെ ബാപ്റ്റിസം സർട്ടിഫിക്കറ്റും മത്തായിച്ചന്റെ ഫയലിൽ ഇല്ല. അപ്പം ബാപ്റ്റിസം കിട്ടാത്ത ഒരാളിനെ ഓർഡിനേഷൻ കൊടുക്കാൻ നിയമമില്ല. ഇത് 2 കാരണങ്ങളാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ റെക്ടർ അച്ഛൻ എന്നോട് ചോദിച്ചു, മത്തായിച്ചൻ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്, എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും പറയാനില്ല അച്ചോ. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ചോ മാമോദിസ സർട്ടിഫിക്കറ്റിന്റെ ഫയലിനകത്ത് ഇല്ല എങ്കിൽ ഞാൻ മാമോദിസ സ്വീകരിച്ചില്ല എന്ന് തെളിയുന്നില്ല. ഞാൻ മാമോദിസ സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ്. 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യം മാമോദിസ സ്വീകരിച്ചോ. ഇത് പറഞ്ഞപ്പോ അച്ഛൻ ചിരിച്ചു. എന്താ മത്തായിച്ചന് 2 പ്രാവശ്യം എങ്ങനെയാ മാമോദിസ കിട്ടിയത്? ഞാൻ പറഞ്ഞു, ആദ്യത്തെ മാമോദിസ എനിക്ക് 7 ദിവസം പ്രായമുണ്ടായപ്പോൾ ഒരു മർത്തോമാ പള്ളിയിൽ, ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു മർത്തോമാ പള്ളിയിൽ കൊണ്ടുവന്ന് എന്നെ മാമോദിസ മുക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ കത്തോലിക്ക പള്ളി വന്നപ്പോൾ കത്തോലിക്ക പള്ളിയിലെ അച്ഛൻ പറഞ്ഞു, മർത്തോമാ പള്ളിയിൽ മുങ്ങിയ മാമോദിസ ഞങ്ങൾ സ്വീകരിക്കുകയില്ല, അതുകൊണ്ട് മത്തായിച്ചനെ ഒന്നുകൂടെ മാമോദിസ മുക്കണം എന്ന് പറഞ്ഞ് 2ാമത് എന്നെ മാമോദിസ മുക്കി കത്തോലിക്ക പള്ളി. പക്ഷേ അച്ഛൻ എൻ്റെ പേര് മാമോദിസ രജിസ്റ്ററിൽ എഴുതാൻ മറന്നുപോയി. അത് അച്ഛൻ്റെ ഒരു ഫെയിലിയർ ആയിരുന്നു. അപ്പൊ എൻ്റെ പേര് മാമോദിസ ബുക്കിനകത്തില്ല, രജിസ്റ്ററിനകത്തില്ല. അതുകൊണ്ട് എനിക്ക് NOC തരാൻ പറഞ്ഞപ്പോൾ വികാരിയച്ഛൻ പറഞ്ഞു, ഇവന് മാമോദിസ മുക്കിയതിന്റെ തെളിവൊന്നുമില്ല, രജിസ്റ്ററിനകത്ത് കാണുന്നില്ല പേര്. ബാക്കിയുള്ള പിള്ളേരുടെ എല്ലാവരുടെയും പേരുണ്ട്, ചേട്ടന്മാരുടെയും അനിയന്മാരുടെയും പെങ്ങന്മാരുടെയും എല്ലാം ഉണ്ട്, എൻ്റെ പേരില്ല ഈ കാരണവശാൽ. അപ്പൊ ഞാൻ എൻ്റെ റെക്ടറോട് പറഞ്ഞു, അച്ഛൻ ഞാൻ മാമോദിസ മുങ്ങിയ ആളാണ്, സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട് ഇത് ഫയലിനകത്തില്ലെങ്കിൽ എനിക്കറിയത്തില്ല. പിന്നെ ഡെമിസോറിയൽ സർട്ടിഫിക്കറ്റിനെ ഞാൻ അപേക്ഷിച്ചു, പക്ഷെ എന്തുകൊണ്ട് ബിഷപ്പ് തന്നില്ല എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ എൻ്റെ റെക്ടർ എന്നോട് പറഞ്ഞു, മത്തായിച്ചൻ്റെ ഒരു കാര്യം ചെയ്യും, ഇപ്പൊ തൽക്കാലം മുറിയിലേക്ക് പോവുക, ഞാൻ നിങ്ങളുടെ ബിഷപ്പിനെ ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കട്ടെ, നിങ്ങളുടെ ബിഷപ്പ് പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. എന്നും പറഞ്ഞു ബിഷപ്പ് നെ വിളിക്കാനായിട്ട് റെക്ടർ തീരുമാനിച്ചു. ഞാൻ മുറിയിലേക്ക് പോയി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞില്ല, അതിനു മുമ്പേ ഒരു ബ്രദർ വന്ന് എന്നെ വിളിച്ചു, റെക്ടർ അതേ മത്തായിച്ചനെ വിളിക്കുന്നു മുറിയിലേക്ക് എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ പെട്ടെന്ന് ഓടി റെക്ടറിന്റെ മുറി വന്നപ്പം റെക്ടറിനോട് പറഞ്ഞു, മത്തായിച്ച, യു ഗോട്ട് എ ഗ്രീൻ സിഗ്നൽ ഫോർ ഓർഡിനേഷൻ ഫോർ ടുമോറോ. നാളെ മത്തായിച്ചന്റെ ഓർഡിനേഷൻ നടക്കും, അതിനുള്ള ഗ്രീൻ സിഗ്നൽ മത്തായിച്ചന്റെ ബിഷപ്പ് തന്നു, എനിക്കൊരു ഫയറിങ്ങും കിട്ടിയെന്ന് പറഞ്ഞു മത്തായിച്ചൻ നിങ്ങളുടെ കൂടെ ആയിരുന്നില്ല കഴിഞ്ഞ 14 വർഷം, മത്തായിച്ചന്റെ ഫയലിനകത്ത് മാമോദിസ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ളത് ഓർഡിനേഷന്റെ തലേദിവസമാണോ ഇങ്ങനെ നോക്കിയത്? ഇങ്ങനെ എന്നാ റെസ്പോൺസിബിലിറ്റിയാ കാണിച്ചത്? അവിടെ ഡെമിസോറിയൽ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ എന്തുകൊണ്ട് എന്നെ നേരത്തെ അറിയിച്ചില്ല? ഓർഡിനേഷന്റെ തലേദിവസമാണോ അറിയിക്കേണ്ട ദിവസം എന്ന് ചോദിച്ച് റെക്ടറിനായിട്ട് നല്ലൊരു ഫയറിങ് കൊടുത്തു ബിഷപ്പ്. അത് കഴിഞ്ഞിട്ട് ബിഷപ്പ് പറഞ്ഞു, give him the ordination with my command. If anything is required, I will get it from the Holy See. Demisorial certificate ആയിക്കോട്ടെ, മാമോദിസ സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനത് പരിഹരിച്ചോളാം, നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. മത്തായിച്ചന് നാളെ ഓർഡിനേഷൻ കൊടുക്കാനെന്ന് എൻ്റെ ബിഷപ്പിന്റെ പെർമിഷൻ കിട്ടി. അങ്ങനെ പക്ഷേ എൻ്റെ ഉള്ളിലുണ്ടായ വേദന എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ സാധിക്കില്ല. ആ വേദന കിട്ടിയത് കൊണ്ട് എൻ്റെ ഉള്ളിൽ കോപം വളരെ അധികമായിട്ടുണ്ടായി. ആ കോപത്തിൻ്റെ ആ വലയത്തിൽ ഞാൻ പെട്ടുപോയി. ആ കോപം എന്നെ അലട്ടിക്കൊണ്ടേയിരുന്നു.
ഞാൻ കോപം കൂടുതലായിട്ടുണ്ടാകുമ്പം എൻ്റെ സമനില നഷ്ടപ്പെടുമ്പോൾ ഞാൻ മദ്യം ഉപയോഗിക്കാൻ തുടങ്ങി. മൂന്നാമത്തെ ഒരു ഇൻസിഡന്റ് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ പപ്പായെ ഒരാള് കത്തി കൊണ്ട് കുത്തി. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ പപ്പ മരിച്ചു പോകുന്നു. എനിക്ക് ആ ഒരു ഇൻസിഡന്റ് എനിക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. എന്നെ ഒത്തിരി എൻ്റെ ജീവിതത്തിൽ വേദന തന്ന ഒരു കാര്യമാണത്. എൻ്റെ പപ്പായെ കത്തി കൊണ്ട് കുത്തി. എൻ്റെ പപ്പ കുറച്ചു നാൾ കഴിഞ്ഞ് മരിച്ചു. എൻ്റെ ഓർഡിനേഷന് വരേണ്ട പപ്പായുടെ ഡോക്ടർ പറഞ്ഞു ഓർഡിനേഷന് പോകാൻ പാടില്ല, യാത്ര ചെയ്യാൻ പറ്റില്ല, ബനാറസ് വരെ യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ ഓർഡിനേഷന് പോലും എൻ്റെ പപ്പായ്ക്ക് വരാൻ സാധിച്ചില്ല. മമ്മി മാത്രമേ വന്നുള്ളൂ ഓർഡിനേഷന്. എന്നെ ഒത്തിരി വേദനിപ്പിച്ച ഒരു സംഭവമാണത്. എനിക്ക് ആ വ്യക്തിയോട് കോപം അങ്ങോട്ട് ഉണ്ടായിട്ട് റീവെഞ്ച് എടുക്കാനായിട്ട് എനിക്ക് തോന്നി. ആ ആളിനെ ഞാൻ കേരളത്തിൽ ഇനി ചെല്ലുമ്പോൾ ആ ആളിനെ ഞാൻ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്നെ മനസ്സിൽ കൂടെ തോന്നലുകൾ ഉണ്ടായി. എൻ്റെ ജ്യേഷ്ഠന്മാരോടും എനിക്ക് കോപം അങ്ങോട്ടുണ്ടായി. അവർ ജീവനോട് വീട്ടിലിരിക്കുമ്പോൾ എന്തുകൊണ്ട് ആ മനുഷ്യനെ ജീവനോട് പുറത്തോടെ നടക്കാൻ അനുവദിക്കുന്നു? അവിടെ പോലീസുകാരില്ലേ? അവിടെ നിയമങ്ങളില്ലേ? എന്തുകൊണ്ട് അവനെ ജയിലിനകത്ത് ആക്കുന്നില്ല എന്നുള്ള പല ക്വസ്റ്റ്യൻ മാർക്കും എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയി. ഇനി ഞാൻ അവനെ ശരിക്കും എൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അവനെ തട്ടുമെന്ന് വരെ എൻ്റെ മനസ്സിൽ കൂടെ ചിന്തകൾ ഉണ്ടായി. അതുപോലെ കോപം എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ഞാൻ കോപത്താൽ നിറഞ്ഞ ഒരു വ്യക്തിയായിട്ട് മാറി. മദ്യം കുടിച്ച് ഒരല്പമെങ്കിലും എനിക്ക് ആരെങ്കിലും വേദന തന്നാൽ എൻ്റെ കോപം എൻ്റെ സംയമനം നഷ്ടപ്പെടുത്തി, സമനില നഷ്ടപ്പെടുത്തി എനിക്ക് മദ്യപാനത്തിന്റെ അടിമയായി ഞാൻ മാറി. ഈ പ്രോഗ്രാമിൽ വന്നതിന് ശേഷം എൻ്റെ സ്പോൺസർ എന്നോട് ഒരിക്കൽ പറഞ്ഞു, മത്തായിച്ചന്റെ ഉള്ളിൽ ഒത്തിരി അരിശവും കോപവും ഉണ്ടല്ലോ, ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയാ? മത്തായിച്ചൻ വീണ്ടും കുടിക്കുമല്ലോ അങ്ങനെയാണല്ലേ. ഇഫ് യു റിയലി ലവ് യുവർ സൊബ്രൈറ്റി യു മസ്റ്റ് ഗെറ്റ് റിഡ് ഓഫ് യുവർ ആങ്കർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ അത് എങ്ങനെയാ? എനിക്കറിയത്തില്ല, എങ്ങനെയാണ് കോപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതെന്ന് എനിക്കൊന്ന് പറഞ്ഞതാ. ഉടനെ എന്നോട് പറഞ്ഞു, യു മസ്റ്റ് ഫൊർഗീവ് ദ പീപ്പിൾ ഹു ഹാവ് ഗിവൺ യു പെയിൻ. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ എല്ലാവരോടും ഞാൻ ക്ഷമിക്കാം, പക്ഷെ എൻ്റെ അപ്പനെ കൊന്നവനോട് എനിക്ക് ക്ഷമിക്കാൻ സാധിക്കില്ല. സാർ എന്തുമാത്രം പറഞ്ഞാലും എനിക്കത് ചെയ്യാൻ സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. ഉടനെ എന്നോട് തിരിച്ചു മറുപടി പറഞ്ഞു, മത്തായിച്ചനെങ്കിൽ യു വിൽ ഹാവ് ടു ഡ്രിങ്ക് അഗെയിൻ. മത്തായിച്ചൻ വീണ്ടും പോയി കുടിക്കും. മത്തായിച്ച അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ മത്തായിച്ചന് മുമ്പിൽ ഈ ഒരു ഓപ്ഷൻ അല്ലാതെ വേറൊരു സെക്കൻഡ് ഓപ്ഷൻ ഇല്ല. അവനോട് ക്ഷമിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. സോ യു ഹാവ് ടു ഡു ഇറ്റ്. യുവർ ഓൺലി ഫങ്ഷൻ ഈസ് ടു ഫൊർഗീവ്. അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ എന്നോട് പറഞ്ഞതാ, എങ്ങനെയാ അവനോട് ക്ഷമിക്കുന്നത്? എനിക്ക് ക്ഷമിക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല. ഉടനെ എന്നോട് പറഞ്ഞു തന്നു, യു പ്രേ ഫോർ ഹിം, യു ബ്ലെസ് ഹിം, ആസ്ക് ഗോഡ് ടു ബ്ലെസ് ദാറ്റ് ഫാമിലി ആൻഡ് ഹിം. അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, അവന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക, അവനോട് ഹൃദയം കൊണ്ട് ക്ഷമിക്കുക. അപ്പം ആദ്യം എനിക്കിങ്ങനെ ചിന്ത വന്നു, എൻ്റെ ദൈവമേ അവനെ എങ്ങനെയെങ്കിലും നശിപ്പിച്ചു തരണേ, എൻ്റെ മുമ്പിൽ അവനെ ഇനി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പ്രാർത്ഥിച്ചു. അപ്പം എൻ്റെ സ്പോൺസർ എന്നോട് പറഞ്ഞു, അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ അവനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. God bless him, God bless him, God bless him. I went on praying for him for hours together. മണിക്കൂറുകളോളം നീണ്ടിയ പ്രാർത്ഥന ഞാൻ ചെയ്തു അവന് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഉള്ളിൽ അവനോട് ക്ഷമിക്കുവാനുള്ള ഒരു വരദാനം, ഒരു കൃപ എനിക്ക് ലഭിച്ചു. ഞാൻ അങ്ങനെ അവനോട് ക്ഷമിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലെ കോപം അങ്ങ് പതിയെ എന്നെ വിടാൻ തുടങ്ങി. കോപം എൻ്റെ ഉള്ളിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ഞാനൊരു പുതിയ വ്യക്തിയായിട്ട് മാറി. അത് കഴിഞ്ഞ് എനിക്ക് ആൽക്കഹോൾ കുടിക്കണമെന്നുള്ളൊരു തോന്നലേ എനിക്ക് എൻ്റെ ഉള്ളിൽ ഉണ്ടായില്ല. അങ്ങനെയാണ് ഞാൻ ഈ കോപത്തെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചത്.
ബാക്കിയുള്ള പല ടെക്നിക്കുകളും ഞാൻ കൗൺസിലിങ് ചെയ്ത സമയത്തും പലരും എന്നോട് പറഞ്ഞു തന്ന ക്ലാസ്സുകളിൽ കോപമുള്ള ആൾക്കാര് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യണം. ബ്രീത്തിങ് ഇൻ പീസ് ആൻഡ് ബ്രീത്തിങ് ഔട്ട് യുവർ ആങ്കർ. അപ്പം ഈ ശ്വാസം പുറത്തോട്ട് കളയുമ്പോൾ അകത്തുള്ള ആ കോപത്തെ ശ്വാസത്തിന്റെ കൂടെ തന്നെ പുറത്തേക്ക് തള്ളിക്കളയുക. അങ്ങനെ 3 പ്രാവശ്യം ടേക്ക് എ ഡീപ് ബ്രെത്ത് ആൻഡ് ബ്രീത്ത് ഔട്ട് ആങ്കർ. ഞാനത് ചെയ്തു. എനിക്കത് പ്രയോജനപ്പെട്ടു. ഞാൻ പലപ്പോഴും എനിക്ക് കോപമുണ്ടാകുമ്പോൾ ഞാനത് ഈ എക്സസൈസ് ചെയ്ത് ഞാൻ അതിൽ നിന്ന് വിടുതൽ ലഭിച്ചിട്ടുണ്ട്. പ്രാക്ടിക്കലി ഐ ആം ഡൂയിങ് ദാറ്റ്. പിന്നെ എന്നോട് പറഞ്ഞു കോപമുള്ള സമയത്ത് നല്ല കുളത്തിലോട്ട് ഇറങ്ങി നല്ലപോലെ നീന്താൻ പറഞ്ഞു, നല്ല സ്പീഡിൽ. ഞാൻ അതും ചെയ്തിട്ടുണ്ട്. പക്ഷെ നീന്തി കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ആ ഉള്ളിലെ കോപം അങ്ങ് കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നും. അതൊരു അനുഭവമാണ്. പിന്നെ 3ാമതൊരു ടെക്നിക്ക് പറഞ്ഞത്, കോപമുള്ളപ്പോൾ മിണ്ടാതിരിക്കുക, മറുപടി ഒന്നും കൊടുക്കാതിരിക്കുക ആർക്കും. 1, 2, 3, 4 എണ്ണിക്കൊണ്ടിരിക്കുക 20 വരെ. 20 വരെ 1, 2 എണ്ണിക്കൊണ്ട് 20 വരെ എണ്ണിക്കഴിയുമ്പോൾ എൻ്റെ ഉള്ളിലെ കോപം കുറഞ്ഞിരിക്കും എന്ന് എന്നോട് പറഞ്ഞു തന്നു. ഞാൻ അതും ചെയ്തു നോക്കി. അതും എനിക്ക് അനുഭവം പോസിറ്റീവായിട്ട് തന്നെ കണ്ടു. എനിക്ക് അരിശം ആരോടെങ്കിലും തോന്നിയാൽ ഉടനെ ഞാൻ ഒന്നും അവരുടെ മറുപടി പറയാതെ മിണ്ടാതിരുന്നിട്ട് ഞാൻ 1, 2, 10, 20 വരെ ഞാൻ എണ്ണിക്കൊണ്ടിരുന്നു. ആ 20 വരെ എണ്ണിക്കഴിയുമ്പോൾ എൻ്റെ ഉള്ളിലെ കോപം ഒത്തിരി കുറഞ്ഞതായിട്ട് എനിക്ക് അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ ഒരു ടെക്നിക്ക് പറഞ്ഞു, യു പഞ്ച് ദ പില്ലോ. തലയണയിലോട്ട് കൈ കൊണ്ടോ ചുരുട്ടി അങ്ങോട്ട് ഇടിക്കാൻ പറഞ്ഞു. അരിശമുള്ള ആളിനെ ഇടിക്കുന്ന രീതിയിൽ മനസ്സിൽ കണ്ടുകൊണ്ട് അങ്ങോട്ട് പില്ലോ തലയണ അങ്ങോട്ട് ഇടിച്ച് പഞ്ച് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ തലപണ പൊട്ടിക്കരുതെന്ന് എന്നോട് പറഞ്ഞു തന്നു. പക്ഷെ ഞാനതും ചെയ്തു നോക്കി. പക്ഷെ അതെനിക്ക് വലിയ കാര്യമായിട്ടൊന്നും പ്രയോജനം ചെയ്തതായിട്ട് എനിക്ക് തോന്നിയില്ല. അത് കാരണം ഞാൻ അങ്ങനെ വലിയ വാല്യൂ കൊടുത്തില്ല. പക്ഷെ ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് വാല്യൂ മനസ്സിലായത് മറ്റുള്ളവരോട്, പ്രത്യേകിച്ച് നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുക, ഹൃദയം കൊണ്ട് ക്ഷമിക്കുക, അവരെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടിയിട്ട് നല്ല കാര്യം ചെയ്യുക എന്നുള്ള ആ ഒരു ഇൻസ്ട്രക്ഷൻസ് എനിക്ക് കിട്ടിയത്, സജഷൻ എനിക്ക് കിട്ടിയത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അതിനെ പ്രായോഗികമാക്കി. ഞാൻ അതെൻ്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് ഞാൻ എനിക്ക് അരിശം തോന്നുമ്പോൾ, എനിക്ക് അരിശം എന്ന് പറയുന്നത് എൻ്റെ നാച്ചുറൽ ഇമോഷനാണ്. അത് ശരിയാണ്. പലപ്പോഴും ആരെങ്കിലും എന്നെ വേദനിപ്പിച്ചാൽ ഇന്നും എനിക്ക് അരിശം തുടങ്ങും. പക്ഷെ എൻ്റെ അരിശം അധികം വളരാൻ ഞാൻ വിട്ടുകൊടുക്കില്ല, അനുവദിച്ചു കൊടുക്കില്ല. അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ അവരോട് ക്ഷമിക്കുക ആദ്യം ചെയ്യുന്നത്. ദൈവമേ, അവരെ അനുഗ്രഹിക്കണമേ. അവരെന്നെ വേദനിപ്പിച്ചു. ഞാൻ ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും അവരെന്നെ ദോഷിയാക്കി എന്നെ ജഡ്ജ് ചെയ്തു. എന്നെ അവർ കുറ്റപ്പെടുത്തുന്നു. എൻ്റെ മേൽ അവര് തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ദൈവമേ, അവരോട് ക്ഷമിക്കണേ എന്ന് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഇത് ഞാൻ ഇന്ന് ചെയ്യുന്ന എൻ്റെ ഒരു പ്രത്യേക ഒരു അനുഗ്രഹം എന്ന് ഞാൻ കാണുന്നു. എനിക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും സാധിക്കുന്നു. ദൈവം തമ്പുരാൻ എന്നെ അനുഗ്രഹിക്കുന്നു. അത് കാരണം എൻ്റെ തെറ്റുകൾക്കുമെല്ലാം എനിക്ക് ദൈവം ക്ഷമ തരുന്നുണ്ട്. എൻ്റെ തെറ്റുകളെ ദൈവം ക്ഷമിച്ചു എന്നെനിക്ക് ബോധ്യമാകുന്നുണ്ട്. ഞാൻ ഒത്തിരി തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. മദ്യപാനികളിൽ ഒരുപക്ഷെ ഞാൻ ചെയ്ത പോലെയുള്ള തെറ്റുകൾ പലരും ചെയ്ത് കാണുകയില്ല. എന്നാലും എൻ്റെ തെറ്റുകളെല്ലാം എൻ്റെ ദൈവം എന്നോട് ക്ഷമിച്ചിരിക്കുന്നു, ക്ഷമിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു ബോധ്യം എൻ്റെ ഉള്ളിൽ ഇന്നുണ്ട്. അത് കാരണം എനിക്ക് ഈ മറ്റുള്ളവരോട് കോപിച്ച് അല്ലെ കോപത്താൽ വികൃതനായിട്ട് എനിക്ക് തെറ്റായ ആക്ടിവിറ്റീസിൽ ഇടപെടേണ്ട ആവശ്യമില്ല. എൻ്റെ എനർജി നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇന്നെൻ്റെ വായിൽ നിന്ന് നെഗറ്റീവായിട്ട് വാക്കുകൾ ഞാൻ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം എനിക്കറിയാം എനിക്ക് വേണ്ടുന്നത് പോസിറ്റീവ് എനർജിയാണ്. ആ പോസിറ്റീവ് എനർജി എനിക്ക് ലഭിക്കുന്നത് പോസിറ്റീവ് വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ്. സകാരാത്മകമായിട്ടുള്ള വാക്കുകൾ ഞാൻ ഉപയോഗിക്കുമ്പോഴാണ് ഞാൻ മറ്റുള്ളവർക്ക് പോസിറ്റീവായിട്ടുള്ള ഊർജം കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഊർജം മറ്റുള്ളവർക്ക് പോസിറ്റീവ് എനർജി കൊടുക്കുമ്പോൾ എനിക്ക് തിരിച്ചു കിട്ടുന്നതും പോസിറ്റീവ് എനർജിയാണ്. ആ പോസിറ്റീവ് എനർജിയിലാണ് ഞാൻ
സൊബ്രൈറ്റി എന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇങ്ങനെ ഈ കോപത്തിൽ നിന്നുള്ള ഒരു പ്രശ്നത്തെ ഞാൻ ഫേസ് ചെയ്യുന്നു. ഞാൻ ഇത് പറയുന്നില്ല എൻ്റെ ഉള്ളിൽ ശകലം പോലും കോപമില്ല, ശകലം പോലും പെടാത്ത ഒരു വ്യക്തിയാണെന്ന് ഞാൻ പറയുന്നില്ല. ഇന്നും എന്നെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ എനിക്ക് കോപം ഉണ്ടാവും. ഓട്ടോമാറ്റിക്കലി എൻ്റെ ഉള്ളിൽ കോപം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് വരും. പക്ഷെ അധികം നേരം ആ കോപം അവിടെ നിൽക്കാൻ, എന്നെ കൺട്രോൾ ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. ഇന്ന് ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രോഗ്രാം എനിക്കുണ്ട്. മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനുള്ള അവസരമുണ്ട്. ഒരു ഫോൺ എടുത്ത് മറ്റുള്ളവരോട് സംസാരിക്കാം. എനിക്ക് എൻ്റെ ഉള്ളിലെ എൻ്റെ ഫീലിങ്സ് എനിക്ക് ഷെയർ ചെയ്യാൻ എനിക്ക് അവസരമുണ്ട്. എനിക്ക് പല സ്പോൺസേഴ്സ് ഉണ്ട്, ഞാൻ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ ആൽക്കഹോളിക്സിന്റെ കൂടിയാണ് താമസിക്കുന്നത്. എൻ്റെ കൂടെ എപ്പോഴും ആൽക്കഹോളിക്സ് ഉള്ളത് കൊണ്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ എന്നോട് പറയുന്നുണ്ട്. ഞാൻ വിചാരിക്കും അവരുടെ പ്രശ്നങ്ങളുടെ മുമ്പിൽ എൻ്റെ പ്രശ്നം വളരെ ചെറുതാണല്ലോ എന്നെനിക്ക് ചിലപ്പോൾ തോന്നും. പക്ഷേ എനിക്കിന്ന് മറ്റുള്ളവർക്ക് ഒരു കാത് കൊടുക്കാൻ, ചെവി കൊടുക്കാൻ സാധിക്കുന്നു. അവരുടെ പ്രോബ്ലം പറയുമ്പോൾ അവരുമായിട്ട് കോപിച്ച് അവരുമായിട്ട് തിരിച്ച് സംസാരിക്കാൻ പോകുന്നതിന് പകരമായിട്ട് അവർക്ക് ഞാൻ നല്ലൊരു കാത് കൊടുക്കുന്നു, ശ്രവണം കൊടുക്കുന്നു, മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് സ്നേഹം തിരിച്ചു ലഭിക്കുന്നു. മറ്റുള്ളവർ എന്നെ കാത് തരാനായിട്ട് അവര് ഉത്സുകരാകുന്നു. ഇതൊക്കെ ഈ പ്രോഗ്രാമിൽ വന്നതിന് ശേഷം ഞാൻ അനുഭവിക്കുന്ന നല്ല കാര്യങ്ങളാണ്. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇത്രയും നേരം എന്നെ ശ്രവിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു മത്തായിച്ച. ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ച